പറ്റുന്ന പോലെ നമ്മൾ ഓലെ സഹായിക്കുക, പറിച്ച് സഹായിക്കുക. അതാ ഞങ്ങൾ ചെയ്യല്. സിദ്ധു നേരത്തെ പറഞ്ഞു പോയത് ഒരു ലവിൻ്റെ ഉണ്ടാക്കണേന്ന്. മുല്ല ഭയങ്കര ഇഷ്ടമാണ്. ചോറ്, ചിക്കൻ, ഈ ഇതെല്ലാവരും ഉണ്ടെന്ന് പഠിച്ചക്ക് ആ മാത്രം പഠിക്കുക പോലെ കളിക്കല്ലേ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. 5-5:30 അങ്ങനെ നടക്കാൻ പോകും. ഒരു 5-6 കിലോമീറ്റർ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വരും. അത്രയേ ഉള്ളൂ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. വലിയ മാറ്റങ്ങളൊന്നുമില്ല, നടക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നടന്ന് പോകുന്ന വഴിക്ക് മാങ്ങ ഉണ്ടാവും, മാങ്ങയുടെ സീസൺ ആയാലും എല്ലാ കുറേ സ്ഥലത്ത് അവിടെ ഇങ്ങനെ നിൽക്കും, മാങ്ങ നോക്കി ഇങ്ങനെ നിൽക്കും. ഇവിടെ മാങ്ങയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ആരെടുത്തും കിട്ടുന്ന മാങ്ങ വാങ്ങുന്നതിൽ തെറ്റില്ല. പിന്നെ അത്യാവശ്യം റോഡിലേക്ക് താന്ന് നിൽക്കുന്ന മാങ്ങയൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുകയും ചെയ്യും. ഒഴിഞ്ഞ പറമ്പുണ്ടാവൂലേ, ഇത് കാണുന്ന ആൾക്കാർ ചിലപ്പോ മാങ്ങ പറിച്ച് വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഉണ്ടാകട്ടെ. പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പം കുറച്ച് സാധനം കിട്ടിക്കേ, കാണിച്ചു. എന്റെ അമ്മോ, ഭയങ്കര സ്മെല്ലാട്ടോ. ഇവിടെ നാടൻ മുല്ല, പോകുന്ന വഴിക്ക് മൊത്തം എത്ര തൈകളാണ്. ശരിക്കും ഇത്ര ഞാന് 1-2 ഒക്കെ അല്ലേ കാണും. ഇതിങ്ങനെ തൊയിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. പോകുന്ന റോഡിലൊക്കെ ആടെ കൊറേ ഞാൻ പെറുക്കിയെടുത്ത്. ഇതിന്റെ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ സഹിച്ചു ഇത് തന്നെയായിരുന്നു പരിപാടിന്ന്. പെറുക്കി തലയിൽ വെക്കുക. കൊറേ ഞാൻ തലയിലും വെച്ചിട്ട് കിട്ടുന്ന മാതിരി ഒക്കെ ഞാൻ കൊണ്ടുവന്നി. മുല്ല ഭയങ്കര ഇഷ്ടാ, എന്ത് രസാ നോക്കി. അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ്, നമ്മളെ മക്കള് 2 ഉറങ്ങാന്ന്. ദേവ് കൊയിലാണ്ടി പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇതൊക്കെ ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ. കറിവേപ്പില, നല്ല കറിവേപ്പിലുണ്ട്, ഇടിച്ചക്ക. പിന്നെ ഇത് എന്താ ഫ്ലാറ്റിലാണെങ്കിലും ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ സഹിച്ചേട്ടാ. പറമ്പുകളിലുണ്ടാവും. അപ്പൊ നമ്മൾ ആടെ നിന്ന് എന്ത് ചെയ്യാ, പറ്റുന്ന പോലെ നമ്മൾ ഓലെ സഹായിക്കുക, പറിച്ച് സഹായിക്കുക. അതാ ഞാൻ ചെയ്യല്. അതുകൊണ്ട് കറിവേപ്പില ഇതും കിട്ടി. പിന്നെ മാങ്ങ കിട്ടിയിക്കല്ലോ. ഇത് നല്ലോണം ഇട്ട് വെച്ചാൽ എനിക്ക് ഒരു 10-15 ദിവസത്തേക്ക് പിന്നെ നോക്കണ്ട. ഞാൻ ഏടക്കറിവേപ്പില കണ്ടാലോ അവിടെ ഒരുപാട് തൈ ഉണ്ട് കേട്ടോ. ഒരുപാട് തൈ ഉണ്ട് പറമ്പിൽ. എടുത്ത് കുഴിച്ചിടണം. ഇനി ഓരോരുത്തർ പറയും നമ്മൾ കുഴിച്ചിട്ട് വീട്ടിൽ നമ്മളെ കൊണ്ട് കുഴിച്ചിടരുത്, വേറൊരാളെ കൊണ്ട് കുഴിച്ചിടിപ്പിക്കണം. അതുകൊണ്ടാണ് പേടിച്ചിട്ടാണ് കുഴിച്ചിടാത്തത് അല്ലേ. പക്ഷെ കുഴിച്ചിടണം. ഞാൻ ഇരിക്കുന്ന മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ട് ആരും കൊണ്ട് നിങ്ങൾ കുഴിച്ചിട്ടിച്ചാൽ മതിയല്ലോ, ഞാൻ ഉണ്ടായിക്കോളിയല്ലോ. ഇതൊക്കെ ഉണ്ടല്ലോ. പൂരിയാണ്, പൂരി, പൂരിയും മറ്റേ ബാജി അല്ലേതാ. പൂരി മറ്റേ എപ്പോഴെങ്കിലും ഉണ്ടാക്കലുള്ളൂ. വെള്ളം ഒരു ലവ് ഉണ്ടാക്കി. സിദ്ധു നേരത്തെ പറഞ്ഞു പോയത് ഒരു ലവിൻ്റെ ഉണ്ടാക്കണേന്ന്. പക്ഷെ കുറച്ചുകൂടി വലുതുണ്ടാക്കാൻ അല്ലേ സാർ. ചെറിയ പൂരി ആയതുകൊണ്ട് ചപ്പാത്തി ആകുമ്പോൾ കുറച്ചുകൂടി വലുതുണ്ടാക്കാൻ സിദ്ധുവിന് സ്നേഹപൂർവ്വം കൂട്ടിയോ. ദേവു നാട്ടിലുണ്ട് കേട്ടോ. ഇപ്പം കൊയിലാണ്ടി പോയതാണ്. അപ്പം ഇപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. ഇതിൻ്റെ ലീവ് കൂടാണ്ട് ഗ്യാസില്ല, ആർക്കും ഉണ്ടാവില്ലല്ലോ അല്ലേ. എല്ലാവരും സ്ഥിതി അത് തന്നെ. ഗ്യാസില്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിലും കുറച്ച് ദിവസം ലീവ്, അതുകൊണ്ട് 10 ദിവസം ലീവ് കിട്ടി. നാളെയൊക്കെ ഗ്യാസ് തീരാനായിരിക്കുന്നത്. 20 ദിവസം 29 ദിവസം വേണ്ടല്ലേ സാർ പുതിയ കിട്ടേ. ഇനിയിപ്പോൾ ഒരു 25-45 ദിവസമായിട്ടുണ്ട്. ഞങ്ങളെ ഇവിടെ അടുത്തുള്ള എല്ലാ ഹോട്ടലും കൂട്ടിട്ടോ. വേഗം പോയിട്ട് പൊറോട്ട വാങ്ങിക്കൊണ്ട് വരുന്നേ ഹോട്ടലുകളെല്ലാം കൂട്ടി. പിന്നെ എനിക്ക് തോന്നുന്നു കോഫി ഹൗസ് അങ്ങനെ 1-2 ഹോട്ടലല്ലേ കാര്യമായിട്ടുള്ളൂ. എല്ലാം വീട്ടിൽ നിന്നുണ്ടാക്കണം. വീട്ടിലും തീരൂല, അതാ പ്രശ്നം. വീട്ടിൽ നിന്ന് തീർന്നാൽ പുറത്ത് പോയി വാങ്ങാണ്ട് അതും ഇല്ല. അപ്പം തീരൊക്കെ വീടുണ്ടാവും അല്ലേ. വരും. ഇപ്പം അത്യാവശ്യം ഉണ്ട്, എന്നാലും ഇടയ്ക്ക് കുറേ ഒന്നിച്ചുണ്ടാക്കുന്ന വീട് ഷോപ്പുകൾ കാറ്ററിംഗ് ഒക്കെയാണ് ഒന്ന്. അതൊക്കെയാണ് ഇഷ്ടം. എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടം. പൂരിയും ബാജിയും എല്ലായിടത്തും പോയാൽ. ഞാൻ ഇന്ന് ദോശയ്ക്ക് മാവെല്ലാം അരച്ച് വെച്ചതായിരുന്നു. സഹിച്ചേർന്ന് പൂരി തിന്നണം എന്നുള്ള ആഗ്രഹം, അതുകൊണ്ട് പിന്നെ പൂരിയാക്കി. ദോശ നാളത്തേക്ക് നീട്ടിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി. പൂരി എണ്ണയാണ് സാധനം, അധികം തിന്നാൻ പാടില്ല എന്നല്ല അറിയാം. എന്നാലും ഏറ്റവും ഇതാണ് എന്താ പറയാ,
ഏറ്റവും ഏറ്റവും എല്ലാ ഗുണങ്ങളും കുറവുള്ളൊരു സംഭവം എല്ലാ ഡോക്ടർമാരും പറയുന്നേക്കാം. ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂട്ടത്തിൽ 10ാം സ്ഥാനമാണല്ലോ പൂരിക്കും പാചിക്കും. കാരണം അതിലൊന്നും കിട്ടാനില്ല, അതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാ അല്ലേ തിന്നേ. സിദ്ധുവിനെ മുടി വെട്ടിട്ട് എങ്ങനെയുണ്ട്? പോയിക്കോട്ടെ. ഞാൻ പോയതാട്ടോ ഇപ്രാവശ്യം. വല്ല പരിപാടി എന്താന്ന് വെച്ചാല് മേലെ മാത്രം പോക്കി വരൂ, എന്തോ പോലെ ഉണ്ടാവും അല്ലേ? ഒരു മാതിരി ഉണ്ടാവേ. കുളിക്കാണ്ടൊക്കെ നിൽക്കുമ്പോ വെളിച്ചെണ്ണ തേച്ചില്ലേല്. അതിനുശേഷം പിന്നെ ഞാനും സജീഷേറിനും കൂടി ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വടകര പോയിട്ടോ. ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലേ. അപ്പോൾ ദേവുണ്ട്, കുഞ്ഞൂസ്, ഇതും എല്ലാവരും ഉള്ള ദിവസമാണല്ലോ. പിന്നെ അതുകൊണ്ട് എന്താ വെച്ചാൽ നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കിട്ടോ. നമുക്ക് അല്ലെങ്കിലും ചോറും ഒരുപാട് കറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇത് വേഗത്തെ കയ്യല്ലോ. പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ദേവ് വന്ന പാടെ പറഞ്ഞ് അമ്മ അരിൻ്റെ ഒരു പായസം ഉണ്ടാക്കി തരണേന്ന്, അതായത് നമ്മളെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന മാതിരിയുള്ള. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനിത് സാധാരണ ഞാൻ റൈസ് കുക്കറിൽ വേവിച്ചിട്ട് ഇതാക്കല. ഇന്ന് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതാണ്. പക്ഷെ നന്നായിട്ടില്ലേ? ഇല്ലേ സിദ്ധു? സിദ്ധുവിന് പറയാൻ നേരല്ല. ഇരുന്നോടി. അപ്രതീക്ഷിതായിട്ട് കൊടുത്താട്ടോ കേട്ടോ. സിപ്പൊക്കെ തരേ ഫുഡ് കഴിക്കുന്നതാണ്. പിന്നെ ഓളെങ്ങനെ ഭക്ഷണം കണ്ടപ്പിനാണ് നിർബന്ധിച്ചിട്ട് എടി നന്നായിക്കോ. കറി നല്ല സ്പൈസി അടിപൊളി. മറ്റേ ചോറ് രസമല്ല, എങ്ങനെയുണ്ട് റിച്ചു പായസം? കുടിക്ക്. അതാ വായിൽ എന്തുണ്ട്? നോക്ക് ആ സൈക്കിളിന്. ചേട്ടനും മനിയനും കൂടെ അടികൂടുന്നത് കാണേണ്ടവർക്ക് ഇതാ നേരിട്ട് കാണാവുന്നതാണ്. ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നല്ലേ? ഉപ്പിലിട്ട മാങ്ങ ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് മുറിച്ച് സിദ്ധുവിൻ്റെ വായിന്ന് വെള്ളം വരും. പിടിപ്പിക്കാം. നീന്ന് വിച്ചുവാ. ഓ ഇതിൻ്റെ ഒരു സ്മെല്ല് പൊള്ളിയാ. പരീക്ഷയാ ഫുൾ ടൈം കളിക്കവേ. മാത്രം പഠിക്കുക കളിക്കല്ലേ. ഓൻ രാവിലെ ഇറങ്ങി നിർത്താം. 9 എനിക്കൊന്നും അറിയില്ല. ഫുഡ് കഴിക്കാൻ മാത്രം കയറി ഫുള്ളും വിചാരിച്ചു. അതിനി വേണോ എങ്ങനെയുണ്ട് ദേവു? ഞാൻ ഇവര് കാണാണ്ട് എടുത്ത് വെച്ചതാ. കുഞ്ഞു കണ്ടിട്ടില്ല. കുട്ടിയോട് എടുത്ത് പോയി കളയാൻ. ഞാൻ വിചാരിച്ചു അതൊന്ന് ഉപ്പ് പിടിച്ചോട്ടെ വെച്ചിട്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസമായില്ലേ? 5 ദിവസം കൊണ്ട് ഉപ്പ് പിടിച്ച്. അച്ചാറിട്ട രസം ഉണ്ടാവില്ലേ ഉപ്പിലിട്ട മാങ്ങ? ഗുണോ പരീക്ഷയുള്ള ഒരു കുട്ടിയാണ് ഗൈസ്. ഇങ്ങനെ രാവിലെ തൊട്ട് വെയിലത്തിറങ്ങി കളിക്കുന്നത്.
വേർത്തിക്കില്ലല്ലോ. എന്തിന് വേർക്കണം? ഇതാ ഫുള്ളും വെളിച്ചെണ്ണയൊന്നും തേക്കാണ്ട് മുടിയൊക്കെ നല്ല അടിപൊളി സ്റ്റൈലാക്കി. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. കണ്ണു കുത്തുന്നു. ഇവിടെ കെട്ടി വെക്കാനായിട്ട് ഇതാ അത്ര പിന്നെ അടുത്ത ആളിതാ കാലിന് സിദ്ധുവിന്റെ കാല് നഖം വെട്ടുന്നവന്റെ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങള്. ചെറിയ വിശേഷം. രണ്ടാളും ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം എക്സാം ആണ് നാളെ. അതുകൊണ്ട് അടങ്ങിയിരിക്കുകയാണ്. ഇപ്പം കളിയൊക്കെ ദേശം ഒന്ന് ഒതുങ്ങിയിട്ട് അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ? അതെ, നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പുറത്ത് പോയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.